ഇന്ന് നല്ലൊരു ബീഫ് ഫ്രൈൻ്റെ റെസിപ്പി കാണാം. അപ്പോൾ ഇത് കുറച്ച് ദിവസം മുമ്പേ ചെയ്ത വീഡിയോ ആണ്, അപ്ലോഡ് ആക്കാൻ ലേറ്റ് ആയതാണ്. അപ്പോൾ പെരുന്നാളിന് കിട്ടിയ ബീഫെല്ലാം തീർന്നിട്ടുണ്ടാവും. ഇനി ബീഫ് വാങ്ങുമ്പോൾ ഈ ഒരു റെസിപ്പി എന്തായാലും ഉണ്ടാക്കി നോക്കാം. അത്രയ്ക്ക് ടേസ്റ്റാണ്, ഉണ്ടാക്കാനാണെങ്കിൽ എളുപ്പമാണ്. ബീഫ് ഡ്രൈ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കിലോ ബീഫ് നല്ലോണം കഴുകി വെള്ളമെല്ലാം വാർന്ന് പോയതിന് ശേഷം ഒരു കുക്കറിൽ ഇട്ട് കൊടുത്തിന്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടി, ഗരം മസാല, പെരുംജീരകപ്പൊടി, കുരുമുളക് പൊടി. ഇനി ഇതിലേക്ക് ഒരു 15 ചെറിയുള്ളി കട്ട് ചെയ്തതും, 1 ടേബിൾ സ്പൂൺ വീതം ഇഞ്ചി ചതച്ചതും, വെളുത്തുള്ളി ചതച്ചതും, കുറച്ച് കറിവേപ്പില ചെറുതായി കട്ട് ചെയ്തതും, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് ബീഫ് നല്ലോണം മാരിനേറ്റ് ചെയ്തെടുക്കുക. ഇതിലേക്ക് വെള്ളം ഒന്നും ചേർക്കേണ്ട, ബീഫിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. ഇനി കുക്കർ അടച്ച് വെച്ച് ബീഫ് വേവിച്ചെടുക്കുക. അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ വേറൊരു പാന് ചൂടാൻ വെക്കുക. അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. 2-3 വറ്റൽമുളക് ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി നീളത്തിൽ കട്ട് ചെയ്തതും, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തതും, ഒരു 25-30 ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും, കുറച്ച് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി തന്നെ ചേർക്കാൻ നോക്കുക, നല്ല ടേസ്റ്റാണ്. ആ ഒരു ടൈമിൽ ബീഫ് വെന്ത് വന്നിട്ടുണ്ട്. ഒരു വിസിൽ വരുന്ന വരെ ഹൈ ഫ്ലെയിമിലും ബാക്കി 15 മിനിറ്റ് ലോ ഫ്ലെയിമിലും വെച്ച് കൊടുത്തിട്ട് വിസിലെല്ലാം പോയതിന് ശേഷം ഓപ്പൺ ആക്കിയതാണ്. ഇതിപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, കറിവേപ്പില ഇതെല്ലാം ചെറുതായിട്ട് വഴന്ന് വന്നതിന് ശേഷം 2 മീഡിയം സൈസ് സവാള വെല്ലുള്ളി കട്ട് ചെയ്തതും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ ഇടയിൽ ബീഫിൻ്റെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. ഇതിലേക്ക് പൗഡേഴ്സായിട്ട് 1/2 ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, പെരുംജീരകപ്പൊടി. ഇനി ഇതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ വറ്റൽ മുളക് വറുത്ത് പൊടിച്ചതാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്താൽ നല്ലൊരു ഫ്ലേവർ ഈ ഒരു മസാലയ്ക്ക് കിട്ടും. ഇനി ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്, വേറെ തക്കാളി ഒന്നും ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെള്ളം ഒന്ന് വറ്റിച്ചെടുത്ത ബീഫും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വഴറ്റിയെടുക്കാൻ നോക്കുക. എന്നാൽ ബീഫും മസാലയും എല്ലാം നല്ലോണം യോജിച്ച് നല്ല ഫ്രൈ ആയിട്ട് കിട്ടും. അപ്പോൾ ഒരുപാട് ഡ്രൈ ഫ്രൈ ആയിട്ടാണ് ഇഷ്ടമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ലോണം ഡ്രൈ ആക്കി എടുക്കുക. ഞാനിപ്പോൾ മസാല ഡ്രൈ ഫ്രൈ പോലെയാണ്, അപ്പോൾ കുറച്ച് മസാലയോട് കൂടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പുളി നോക്കിയിട്ട് ഒരു അരമുറി ചെറുനാരങ്ങാ നീരും, പിന്നെ ലാസ്റ്റ് മല്ലിയില, കറിവേപ്പില, പച്ചമുളക്. ഇതിൻ്റെ എരിവൊന്നും അങ്ങനെ ഇറങ്ങൂല, കാണാനൊരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ആദ്യം ചേർത്ത മുളകെല്ലാം നിങ്ങളുടെ എരിവ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ, വറ്റൽമുളകും എല്ലാം. ലാസ്റ്റ് ഞാൻ കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ചും കൂടെ വറ്റൽമുളക് ചേർത്ത് കൊടുത്തിന്. ഇത് കാശ്മീരി മുളകിൻ്റെയാണ്, അതുകൊണ്ട് അധികം എരിവൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇത് എന്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇനി വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. ചോറിൻ്റെ കൂടെ, നെയ്ച്ചോറിൻ്റെ കൂടെ, പിന്നെ പൊറോട്ടൻ്റെ കൂടെയാണ് ഞാനിപ്പം കഴിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ പൊറോട്ട തന്നെയാണ്. അപ്പോൾ പൊറോട്ടയും ബീഫും തമ്മിലുള്ള കോമ്പിനേഷൻ മലയാളികൾക്ക് ഞാൻ പറയാതെ തന്നെ അറിയാം. അപ്പോൾ ഇതുവരെ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവർ ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാം. ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പീസ് വ്ളോഗ്സായിട്ട് കാണാം. അസ്സലാമു അലൈക്കും.